നിനക്കും ആ ദുശീലമുണ്ട്. പടച്ചവനെ പള്ളിയിൽ പോയി മഗ്‌രിബ് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് അദ്ദാദം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നിട്ട് ടിവിയുടെ പെണ്ണിലിരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന പെണ്ണിന്റെ ആട്ടം കാണുന്ന വാപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ശരീരം മുഴുവനും മറച്ച് ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിൽ തസ്ബീഹും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നടക്കുന്ന ഉമ്മ, സീരിയലിന്റെ മുന്നിൽ പോയിരുന്നിട്ട് മതിമറന്നിരുന്ന് കണ്ടവന്റെ ഔറത്ത് കാണുന്ന പെണ്ണ്. ഈ രണ്ട് സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ? യന്നുറാനി ഔറാദുൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന സ്വഭാവമുണ്ടായിരുന്നു. നിനക്കുമില്ലേ വാപ്പാ, നിനക്കുമില്ലേ പെങ്ങള്? ആഗ്രഹമില്ലേ മോളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്, നിനക്കതിന് കഴിയില്ല ഉമ്മ. ആര് പറഞ്ഞു തന്നാൽ നിന്റെ നാവ് പൊങ്ങില്ല പെങ്ങള്, നിനക്കതിന് പറയാ കഴിയില്ല വാപ്പാ. കാരണം അത് നിസാര പാപമല്ല. കണ്ടവന്റെ ഔറത്ത് കാണുന്നത്, കണ്ട പുരുഷന്റെ ഔറത്ത് കാണുന്നത്, വൃത്തികെട്ട വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, ആരും കാണാതെ ബെഡ്റൂമിന്റെ അകത്ത് കയറി പരസ്പരം നഗ്നചിത്രം അയക്കുന്നവര്, വീഡിയോ കോൾ ചെയ്ത് കാണുന്നവര്, പച്ച സെക്സ് കാണുന്ന ചെറുപ്പക്കാരാ, കണ്ടാസ്വദിച്ചോടാ, കണ്ടാസ്വദിച്ചോടാ. നാളെ അല്ലാഹുവിന്റെ മലക്കുകള് നിന്റെ കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ട് നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഈയമൊരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അന്യപുരുഷന്റെ ശരീരം കാണുന്നത്, മോശമായ സെക്സ് വീഡിയോ കാണുന്നത്, യഥാ ചെറുപ്പക്കാരാ, ചില നട്ടല്ലില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. കെട്ടിയ പെണ്ണിന് ബെഡ്റൂമിന്റെ അകത്ത് പിടിച്ചിരുത്തിയിട്ട് ഇംഗ്ലീഷുകാരന്റെ നഗ്നചിത്രം കാണിച്ചു കൊടുക്കുന്ന നട്ടല്ലില്ലാത്ത ഭർത്താക്കന്മാര്. നാണമില്ലേടാ നിനക്ക്? നാണമില്ലേടാ ചെറുപ്പക്കാരാ? മഹ്ർ കൊടുത്ത്